ഹലോ ഗൈസ്, അങ്ങനെ ഇന്നാണ് സുദിനം. നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും വിവാഹം നല്ല മംഗളകരമായി നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് വരാം. നമ്മുടെ നന്ദനനും ആര്യനും കൂടി സംസാരിക്കുന്നിടത്താണ് ഇന്നത്തെ തുടക്കം. ആര്യം പറയുന്നുണ്ട് ഒരു കുഴപ്പത്തിലാണുള്ളത്, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദനം പറയുന്നുണ്ട് അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ, എനിക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ, താൻ പറയാമെന്ന് പറയും. അപ്പോൾ പറയും ഞാൻ നിൻ്റെ മുഖലക്ഷണം കണ്ടിട്ട് പറയാം, ഒരു കല്യാണക്കാരിയല്ലേ വിഷയം എന്നിങ്ങനെ പറയും. അപ്പോൾ ആര്യം പറയും എങ്ങനെ മനസ്സിലായി അതേ എന്ന് പറയും. എൻ്റെ കല്യാണമാണ് നാളെ രാവിലെ എൻ്റെ കല്യാണമാണെന്ന് പറയും. അപ്പോൾ ഇവിടെ വെച്ച് വീട്ടിൽ വെച്ചാണ്, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ മടങ്ങുമല്ലേ നന്ദനം ചോദിക്കും. അപ്പോൾ ആര്യം പറയും അല്ല, ഇവിടെ ഗുരുവായൂരിൽ വെച്ചിട്ടാണ് കല്യാണം എന്ന് പറയും. ആരാ പെൺകുട്ടിയും ചോദിക്കും. അപ്പോൾ മിത്രയാണെന്ന് പറയും. അപ്പോൾ മറ്റേ കല്യാണത്തലേന്ന് ഒളിച്ചോടിപ്പോയ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കുട്ടിയല്ലേ അത് എനിക്കിങ്ങനെ പറയും. എന്നിട്ട് ഞാൻ തന്നോട് പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ തൻ്റെ കല്യാണം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞില്ലേ, ശരിയായില്ലേ ഇപ്പോൾ? ആ കുട്ടിയോട് നിനക്ക് പ്രേമം ഉണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കും നന്ദനൻ. അപ്പം ആര്യൻ പറയും എന്ത് പ്രേമം, അമ്മ പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ, ഞാൻ സമ്മതിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് മനസ്സാകെ ഒരു കുഴപ്പത്തിലാണുള്ളത് ഇങ്ങനെ പറയും ആര്യൻ. അപ്പോൾ നമ്മുടെ നന്ദനൻ പറയും മനസ്സാകെ ഒരു ചഞ്ചലപ്പെട്ട് നിൽക്കുമ്പം നമ്മുടെ കൃഷ്ണേട്ടനെ ആലോചിച്ചാൽ മതി, മനസ്സിലിങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനനെ പോലെയായിരിക്കും നമ്മൾ ആ സമയത്ത് മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചാൽ കൃഷ്ണൻ വന്നിട്ട് നമുക്ക് സത്യസന്ധമായ നല്ല ഉപദേശങ്ങൾ തരും, ജയിക്കാനുള്ള ഉപദേശങ്ങൾ തരും. അപ്പോൾ മനസ്സൊക്കെ ഓക്കെ എന്നിങ്ങനെ പറയും. എന്നിട്ട് അവനോട് പറയും മോശമായ ചിന്തകൾ യുദ്ധം ചെയ്ത് മാറ്റിവെക്ക്, എന്നിട്ട് നാളെ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിയായിട്ട് നല്ല യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നിങ്ങനെ പറയും. അപ്പോൾ ശരി, നാളെ കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞിട്ട് നന്ദനൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ പിന്നെ കാണിക്കുന്നത് രാവിലെ മിത്രയും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് അമ്പലത്തിൽ പോവും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവർ 3 കൂടെ പ്രാർത്ഥിക്കും. അതായത് നമ്മുടെ ഗോമതി ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവർ 2 കൂടെ ഞാൻ മുൻകൈയെടുത്ത് നടത്തുന്ന കല്യാണമാണ്, എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ആര്യൻ മിത്രയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്, മിത്രയും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇവർ 2 കുടുംബജീവിതം, നല്ലൊരു ജീവിതം എൻ്റെ കയ്യിലാണുള്ളത്, എൻ്റെ ഉത്തരവാദിത്തമാണ് അത്, എല്ലാം ഞാൻ കൃഷ്ണന് വിട്ടു തരികയാണ്. ഇവർക്ക് എൻ്റെ മക്കൾക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കണേ എന്ന് നമ്മുടെ ഗോമതി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ പറയും ഞാൻ എൻ്റെ അമ്മ പറയുന്നത് അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാണ്, അതെൻ്റെ അച്ഛന് ദോഷമായിട്ട് വരാൻ പാടില്ല, അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ല. ആ കർക്കശക്കാരനായ അച്ഛൻ്റെ ഉള്ളിലൊരു സ്നേഹമുള്ളൊരു അച്ഛനുണ്ട്, അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല ജീവിതമാണ് ഞാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അത് നിർത്തും. പിന്നെ മിത്ര ഇങ്ങനെ പറയും എനിക്കൊന്നും പറയാനില്ല, എൻ്റെ അച്ഛമ്മ തന്ന കൃഷ്ണൻ്റെ വിഗ്രഹം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു വിഗ്രഹം, ആ ഒരു കണ്ണനാണ് എന്നെ എല്ലാ വഴികളിലേക്കും ആ കണ്ണനാണ് എത്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതത്ര പറയും. എന്നിട്ട് വീണ്ടും ഗോമതി ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തരും. വീണ്ടും ഗോമതി ഇങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ ബാലേട്ടനോട് ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ കണ്ണാ, അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എല്ലാം കൃഷ്ണൻ്റെ കയ്യിലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ പന്തലിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ബാലൻ്റെ കോൾ വരും ഗോമതിക്ക്. എന്നിട്ട് ബാലേട്ടനെ വിളിക്കുന്നത് ഇങ്ങനെ പറയും. ഗോമതി ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് മീനാക്ഷി പറയും അമ്മ ധൈര്യത്തോടെ എടുത്ത് സംസാരിക്കുമെന്ന് പറയും. അങ്ങനെ ഗോമതി സംസാരിക്കും. അപ്പോൾ ബാലൻ പറയും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ, ഇന്ന് തിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗോമതി പറയും നമ്മളിതാ വൈകാതെ തന്നെ തിരിക്കും എന്ന് പറയും. ഇങ്ങനെ പേടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായി, ഞാൻ പറഞ്ഞ കാര്യം ആര്യനോട് പറഞ്ഞോ എന്നിങ്ങനെ ബാലൻ ചോദിക്കും. അപ്പോൾ ഗോമതി ചോദിക്കും എന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അല്ല, പഠിച്ച് IAS വാങ്ങണം, IAS വാങ്ങിച്ചിട്ടേ കല്യാണം ഉള്ളൂ എന്ന് അവനോട് നീ പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ ഗോമതി പറയും അത് ഞാൻ പറഞ്ഞു എന്നിങ്ങനെ പറയും. എന്നിട്ട് അവനെന്താ പറഞ്ഞതെന്ന് ചോദിക്കും ആര്യൻ. അപ്പോൾ ആര്യൻ സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു എന്നിങ്ങനെ ഗോമതി പറയും. എന്നിട്ട് ബാക്കിയൊക്കെ വന്നിട്ട് പറയാം ബാലേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കെന്താ സമ്മാനം കൊണ്ടുവരുന്നതെന്നും കൂടെ ബാലൻ ചോദിക്കും. അപ്പോൾ എന്നിട്ട് ബാലൻ പറയും വേണ്ട, അത് വന്നിട്ട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ആ ഫോണ് കട്ട് ചെയ്യും. എന്നിട്ടാണ് ഇവർ കല്യാണപ്പന്തലിൽ കയറി കല്യാണം കഴിക്കും. താലി കെട്ടും, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദനൻ എല്ലാം ഈ കാണുന്നുണ്ട്, പുറകിൽ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആര്യൻ നന്ദനനെ കാണും. നന്ദൻ ഇങ്ങനെ ടാറ്റ പറയുന്നുണ്ടാവും. എന്നിട്ട് നന്ദനൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആര്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗോമതി ചോദിക്കും എന്താ ആര്യൻ ചോദിക്കുമ്പോൾ അപ്പോൾ ആര്യൻ പറയും നിങ്ങൾ നടന്നോ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആര്യൻ നേരെ നന്ദനനെ പരതാൻ വേണ്ടി പോകും. അപ്പോൾ അങ്ങനെ ഓടി നന്ദനൻ നിൽക്കുന്ന കടയിൽ വരെ വന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് നന്ദൻ ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ പ്രമോയിൽ കണ്ട പോലെ തന്നെ അവിടുത്തെ ആളിങ്ങനെ പറയും ഈ കടയിൽ ഞാൻ മാത്രമേ നിൽക്കാറുള്ളൂ, വേറെ ആരും നിൽക്കാറില്ല, എൻ്റെ പേര് കുമാരൻ എന്നാണ്. നന്ദനനോ നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്തായാലും ഞാൻ ഇരിക്കാറുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഈ കട എൻ്റേതാണെന്നും പറഞ്ഞു.
അപ്പോൾ നമ്മുടെ ആര്യനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും, നന്ദനൻ വന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ സാക്ഷാൽ കൃഷ്ണനാണ് അതെന്ന് നമ്മുടെ ആര്യൻ ഏകദേശം മനസ്സിലാവും. എന്നിട്ട് ആര്യനെയും പരതിയിട്ട് അവർ വരും. അപ്പോൾ ആര്യനെ കിട്ടും. എന്നിട്ട് നീ എവിടെയാണ് പോയത്, എന്താ പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. വയ്യ നമ്മുടെ ജാനകി ചേച്ചി ഇങ്ങനെ പറയും, അതായത് നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ നീയും, അതായത് ഗോമതിയും മീനാക്ഷിയും ആദ്യം ചെന്നോ, ബാക്കിൽ നമ്മളെല്ലാവരും കൂടി ഉണ്ടാവും, പറഞ്ഞ പോലെ തന്നെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ എല്ലാം നടക്കട്ടെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, അങ്ങനെ പോകാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഫസ്റ്റ് പോവും. ആദ്യം ഗോമതിയും മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടേ ആര്യനെല്ലാം വരുള്ളൂ. അതാണ് നമ്മുടെ ഡീല്. അങ്ങനെ ഗോമതിയും മീനാക്ഷിയും കൂടെ കാറിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഗോമതി ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗോമതി പറയും, അനിയ ഒന്ന് വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ഗോമതി പുറത്തിറങ്ങും. മീനാക്ഷിയും പുറത്തിറങ്ങിയിട്ട് അമ്മ എന്താ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്കിപ്പോൾ പേടിയാവുന്നു, ബാലേട്ടനോട് ഞാൻ എന്ത് പറയും ഇങ്ങനെ. മീനാക്ഷി ഇങ്ങനെ പറയും, എന്താ പറയുക, അല്ല ഗോമതി ഇങ്ങനെ ചോദിക്കും മീനാക്ഷിയോട്. അപ്പോൾ മീനാക്ഷി പറയും, അമ്മ എന്തായി പറയുന്നത്, അമ്മ തന്നെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് എല്ലാം നടപ്പിലാക്കിയിട്ട് അവസാനം ഇങ്ങനെ പറയുകയാണോ, ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ടായിരുന്നു. നേരത്തെ ഈ കല്യാണക്കാര്യമൊക്കെ എല്ലാവരോടും കൂടി ആലോചിച്ച് നടത്തേണ്ട ഒരു കല്യാണമായിരുന്നു. അമ്മ പെട്ടെന്നൊരു ഇതെടുത്തു, അമ്മ തന്നെ പറഞ്ഞു, അമ്മയെ നമ്മളെല്ലാവരും കൂടെ അനുസരിച്ചു, അതാ ഇപ്പോൾ ഇവിടെ നടന്നത്. ഇനി അമ്മ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. നമ്മൾ പേടിച്ചാൽ പോലും ഇനി അമ്മ പേടിക്കാൻ പാടില്ല. കാരണം അമ്മയാണ് തീരുമാനം എടുത്തതും ആ തീരുമാനം നടപ്പിലാക്കിയതും അമ്മ തന്നെയാണ്. ആര്യനോട് ഈ കാര്യം പറയുമ്പം എന്നോടുണ്ട് പെട്ടെന്ന് പറയുന്നു, ആര്യനെ വിളിച്ചിട്ട് വന്നിട്ട് ആര്യൻ വന്നപ്പം ഇത്രയും കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. ആ സമയത്താണെങ്കിൽ എന്നോടും ആര്യനോടൊന്നും ഒന്ന് മിണ്ടാൻ പോലും സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ പറയും. ഇതൊക്കെ എന്നിട്ടിപ്പം അവസാനം ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആര്യനാണെങ്കിൽ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവനത് സമ്മതിക്കുകയും ചെയ്തു. ഞാനും ഇപ്പോൾ അമ്മയോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അവളെ സമാധാനിപ്പിക്കും. എന്നാലും കുറച്ച് ദേഷ്യത്തോടെ വരുന്നത്. എന്നിട്ട് മീനാക്ഷിയോട് ഇങ്ങനെ ചോദിക്കും, മീനാക്ഷി നീ എന്നോട് ദേഷ്യപ്പെടുവാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ മീനാക്ഷി പറയും, പിന്നെ ദേഷ്യപ്പെടാതെ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഉള്ള രത്തത്തിൽ പറയും മീനാക്ഷി. എന്നിട്ട് ഗോമതി ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ എടുത്ത തീരുമാനം തെറ്റാണോ മോളെ, തെറ്റാണോ ശരിയാണോ, തെറ്റായി പോയോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ മീനാക്ഷി പറയും, അമ്മ ഈ എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അവരുടെ കുടുംബജീവിതം തുടങ്ങണം. ചിലപ്പം ഇത് ആര്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ചിലപ്പം ഇത് ആര്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പത്തിൻ്റെ തുടക്കമാവാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് അവർ ജീവിച്ചു തുടങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നാളത്തെ പ്രമോയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവർ രണ്ടാളും മീനാക്ഷിയും ഗോമതിയും കൂടെ വീട്ടിലെത്തിയത് ആര്യൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. ആര്യൻ എന്താ കാറിൽ നിന്ന് ഇറങ്ങാത്തെന്ന് ഇങ്ങനെ ബാലൻ ചോദിച്ചിട്ട് കാറ് നോക്കും. അപ്പോൾ അവിടെ ആര്യൻ ഉണ്ടാവില്ല. ആ സമയത്ത് തന്നെ ഗോമതി വേഗം അകത്തേക്ക് കയറും. മീനാക്ഷി വിളിച്ചു എന്നിട്ട് പറയും, അമ്മ ഇങ്ങനെ കളിക്കല്ലേ, എല്ലാം കൂടെ കൊളാക്കുന്ന തോന്നുന്നത്, അമ്മ പേടിച്ച് നിൽക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ അകത്ത് വന്നിട്ട് ബാലൻ ഇങ്ങനെ ചോദിക്കും, ആര്യൻ ഇവിടെ. അപ്പോൾ ആര്യൻ എറണാകുളത്ത് ഇറങ്ങിയെന്നാണ് ഇവർ പറഞ്ഞത്. അത് പഠിത്തത്തിൻ്റെ എന്തോ കാര്യം സംബന്ധിച്ചിട്ട് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് കാര്യത്തിന് അവൻ ഇറങ്ങി, എന്ത് പഠിപ്പിൻ്റെ കാര്യത്തിന്? അപ്പോൾ ഗോമതിയും മീനാക്ഷിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് തപ്പിക്കളിക്കും. എന്ത് കാര്യത്തിന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതാണ് നാളത്തെ പ്രമോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും പ്രമോ ഒക്കെ പറഞ്ഞായിരുന്നു. താങ്ക് യു സോ മച്ച്.